നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്താ വെച്ചാൽ, ബാങ്കുകളിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്, OD ആൻഡ് CC. എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ODയും ക്യാഷ് ക്രെഡിറ്റും ബിസിനസ് പാർട്ടിക്കാർ എടുക്കുന്ന ഒരു ലോണാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ബാങ്കിൽ പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ ബിസിനസ്സിന് വേണ്ടി എനിക്കൊരു 10 ലക്ഷം രൂപ ലോൺ വേണം. അതായത് മാസം മാസം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിനാണെങ്കിൽ ടേം ലോൺ എന്ന് പറയും. ബിസിനസ്സുകാർക്ക് സാധാരണയായിട്ട് റോളിംഗ് ആണ് ഒരു വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നെങ്കിൽ അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടോ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടോ ആണ് ലോൺ അനുവദിക്കുന്നത്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ കൊടുക്കുന്നൊരു പ്രോപ്പർട്ടി, നിങ്ങൾ ബിസിനസ്സിന് എത്ര ആവശ്യമുണ്ടോ, എമൗണ്ട് ആവശ്യമുണ്ടോ, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂഷൻ നോക്കിയിട്ട് ആ വാല്യൂഷൻ 60% 70% ഒരു ലോൺ നിങ്ങൾക്ക് അനുവദിക്കുന്നു. അതായത് നിങ്ങളുടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഒരു 10 ലക്ഷം അനുവദിച്ചു. ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും അവൈൽ ചെയ്തുകൊണ്ടിരിക്കാം, വിത്തൗട്ട് എനി ലിമിറ്റേഷൻ. 10 ലക്ഷം രൂപ വരെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, അതിലേക്ക് തിരിച്ചടയ്ക്കാം, വീണ്ടും വിഡ്രോ ചെയ്യാം. അങ്ങനെ 10 ലക്ഷം രൂപ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്നതിന് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ക്രെഡിറ്റ്, ഇതേ ഒരു ബിസിനസ്സിന് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ, നിങ്ങൾ തരുന്ന പ്രോപ്പർട്ടി കൂടാതെ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ ഗുഡ്സിൻ്റെ സ്റ്റോക്ക്, സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു 20 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കടയിലുണ്ട്, നിങ്ങൾക്ക് അനുവദിക്കുന്നത് ആ സ്റ്റോക്കിൻ്റെ 50% ലോണാണ് അനുവദിക്കുന്നത്. മാർജിൻ ഫിക്സ് ചെയ്യും. നിങ്ങൾക്ക് സ്റ്റോക്ക് ഇപ്പോൾ 20 ലക്ഷം ഉണ്ട്, അതിന് 50% മാർജിൻ കീപ്പ് ചെയ്തിട്ട് ആ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ സ്റ്റോക്ക് കാണിച്ചു, ഇപ്പോൾ ബാങ്ക് 50% മാർജിൻ കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ പാസ്സാക്കണം. 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ലിമിറ്റ്. സപ്പോസ് നിങ്ങൾ ഈ ലിമിറ്റ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് കുറഞ്ഞു. സപ്പോസ് മന്ത്ലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിന് കൊടുക്കണം. മന്ത്ലി നിങ്ങൾ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്, എത്ര സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിന് കൊടുക്കുമ്പോൾ ആ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് 20 ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ അനുവദിച്ച് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് 20 ആണ്. പക്ഷേ അടുത്ത മാസമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്റ്റോക്ക് 20 നിന്ന് 15 ആയി. ആ 15ൻ്റെ 50% എത്രയാണോ, 7.5 ആണ് നിങ്ങളുടെ ലിമിറ്റ്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാവുന്ന ലിമിറ്റ്. അപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത ഒരു സെയിൽസിൻ്റെ എമൗണ്ട് പ്രൊസീഡ്സ് അടച്ചിട്ടോ അത് 750 ആക്കേണ്ടി വരും. ആ സ്റ്റോക്ക് വർദ്ധിപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് 7.5 lakhs മാത്രമേ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുള്ളൂ. ആ ബേസിലാണ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത മാസം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്റ്റോക്ക് 20 വർദ്ധിപ്പിച്ചു, 20 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിമിറ്റ് വീണ്ടും 10 ലക്ഷമാവും. അപ്പോൾ നിങ്ങൾ 750 വരെയാണ് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 2 ലക്ഷം രൂപ വരെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലിമിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പാസ്സാക്കിയിരിക്കുന്ന ലിമിറ്റ്, അനുവദനീയമായ ലിമിറ്റ് 10 ആണെങ്കിലും അത് നിങ്ങളുടെ സ്റ്റോക്കിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റോക്ക് കുറഞ്ഞാൽ ലിമിറ്റ് കുറയും, സ്റ്റോക്ക് കൂടിയാൽ ഇപ്പോൾ 25 12 ആവില്ല, കാരണം നിങ്ങൾക്ക് 10 ആണ് ലിമിറ്റ് പാസ്സാക്കി വെച്ചിരിക്കുന്നത്. അടുത്ത റിന്യൂവൽ സമയത്ത് വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവറൊക്കെ നോക്കിയിട്ട് ലിമിറ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ മാർജിൻ അനുസരിച്ച് നിങ്ങൾക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അത് തന്നെയാണ് ODയിലും വരുന്നത്. പക്ഷേ ODക്ക് ആ 10 ലക്ഷം രൂപ അനുവദിച്ചാൽ 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ ലിമിറ്റ് നോക്കാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ ക്യാഷ് ക്രെഡിറ്റിൽ നിങ്ങൾ സ്റ്റോക്കിൻ്റെ 50% എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്ക് കുറഞ്ഞാൽ ലിമിറ്റ് കുറയും. സ്റ്റോക്ക് നിങ്ങൾ 20 ലക്ഷത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടും. ഇതാണ് ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദയവായിട്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.